ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് ഹൗസി മൗണ്ടിൽ തന്നെയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. 16-15 ഇവിടുത്തെ തണുപ്പ്, രാത്രിക്ക് രാവിലെയൊക്കെ ആയിട്ട് ഹെവി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കട്ടിലേന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല, അമ്മാതിരി തണുപ്പായിരുന്നേ. 8 മണിയായി ഞങ്ങള് ഇവിടെ ഇപ്പൊ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞങ്ങള് വിളിച്ചെണീപ്പിച്ചാണ് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര തണുപ്പോ, ഞാൻ കുറച്ചിനോട് കിടക്കട്ടേന്ന്. കാരണം ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ ഹെവി തണുപ്പ്, അടിപൊളി എന്താ പറയാ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ വട്ടവട വരികയാണെങ്കിൽ ഞങ്ങൾ ഈ സ്റ്റേ ഞങ്ങള് റെക്കമെൻഡ് ചെയ്യുന്നു അല്ലേ. നല്ല അടിപൊളി സ്റ്റേയും ചേട്ടന്മാരാണെങ്കിൽ നല്ല വൈബുള്ള ചേട്ടന്മാരാണ്. ഞങ്ങളാണ് കുറച്ച് വൈബ് കുറവുണ്ടായിരുന്നത്. അവരെയൊക്കെ രാത്രി പാട്ടൊക്കെ കിട്ടുന്നത് ഞങ്ങൾ ഒരു തുള്ളൽ പോലെ തീന്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുക. കുഞ്ഞാറ്റ കുറെ ഡാൻസ് ഒക്കെ കളിച്ച് ഒന്നും കൂടി ഉരുണ്ടിട്ട് വീണു. എന്താ പറയാ, ഫുള്ള് വീഴ്ചയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ, നമുക്കിന്ന് ഇങ്ങനെ പോവാം. റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഈ സ്റ്റേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ് തണുപ്പ്. കാരണം ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശം കൂടി ആയതുകൊണ്ടേ നല്ല തണുപ്പായിരുന്നു. തണുപ്പായിരുന്നു. ഇന്നലെ നമ്മുടെ പാട്ടും ഡാൻസും ഒക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. വിറക് മൊത്തം കത്തിയിരുന്നത് പോലും മുന്നേ കുഞ്ഞാൻ്റെ കിടക്കണം എന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കിയപ്പോ ഞങ്ങൾ വേഗം പോയേ. ആ പൂ നോക്കാൻ, ആ പൂ ഭയങ്കര ഒരു വൈബ് പൂവല്ലേ, രസമുണ്ട്, നിറച്ചു പൂവ്. അപ്പൊ ഇത് കണ്ട ഹസി മൗണ്ട്, ഇതാണ് ഇവരുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ എവിടെയോ ആണ് കുഞ്ഞാറ്റ വീട്. എനിക്ക് തോന്നുന്നത് ഈ കല്ലിന്റെ ഒരു ഏരിയ ആയിട്ട്, അപ്പൊ ഈ കല്ലിന്റെ വല്ലതായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. ഫോണല്ലേ? അല്ല അത് കുഴപ്പമില്ല, കൊച്ചിനൊന്നും പറ്റിയിട്ടില്ലല്ലോ. എനിക്കൊന്നും കുഴപ്പമില്ല, നിങ്ങളെ ഫോണാണല്ലോ. അതെ, നിങ്ങൾക്ക് കുഴപ്പമില്ല, പിന്നെ എനിക്കെന്താ കുഴപ്പം? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, നമുക്ക് അതും കൂടി കഴിച്ചിട്ട് പോവാന്നാണ് പറയുന്നത്. ഞങ്ങൾ വിട്ടില്ല, ചേട്ടന്മാര് ഫുഡ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഇതിനകത്തുണ്ട് മറ്റേ ഫ്രാഷൻ ഫ്രൂട്ട്, വെള്ള അതില് പഴുത്ത് കിടപ്പുണ്ട് അനുസി. പക്ഷെ എങ്ങനെ പറിക്കാൻ കിട്ടില്ല, പറിക്കാൻ പറ്റില്ല. കൊച്ചിനെ അപ്പായി മേളിലേക്ക് എറിയട്ടെ, കൊച്ചു പോയി പറിച്ചോണ്ട് വരുവാ. എന്താ ഒന്ന് കാലം കഴിഞ്ഞ് പോയി കിടക്കുക. ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകുമ്പോ ഈ ഒരു കളറാട്ടോ, ഒരു വയലറ്റ് പോലത്തെ കളർ, ഒരു വയലറ്റ് ഈ കളറാ, എന്നിട്ട് പിന്നെ അത് മഞ്ഞാവും. അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒന്ന് വീണത് മറന്നോ? അതെ, ഇനിയും വീഴണോ? പല്ലിന്റെ എണ്ണം കുറയ്ക്കണം. എന്നിട്ട് ഇന്നലെ രാത്രി ഒന്ന് കൂടി വീണു, അതാണ് രസം. അതാണ് ഈ പൂ നല്ല രസമുണ്ട്, കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇച്ചിരി വെള്ളം കിട്ടി, അത് തലേ വെച്ചോണ്ടാണ് കൊച്ചിന്റെ ഇപ്പത്തെ നടപ്പ്. അതാ റൂമിൽ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞതാ. വീട്ടാ റൂമിൽ എടുത്തു തുടങ്ങുന്നുണ്ടോ? ഐസ് വെള്ളം, അത് ഇവിടത്തേക്കാളും കുറച്ചും കൂടി ഭംഗി അവിടെ കാണാൻ. ഐസ് വെള്ളേ, നല്ല രസമല്ലേ കാണാൻ? അടിപൊളി. നീ എന്താ അവിടെ പോയി നിക്കണേ? പെരിഞ്ചീരകം എവിടെ? രാവിലെ അടിപൊളി വെയില. ഇത് അവിടെയൊക്കെ സ്ട്രോബെറി കാഴ്ച കിടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ അറിയണ്ട, അത് ഇവിടത്തെ തന്നെയാണ്, ഇവർ തന്നെയാണ് കേട്ടോ. നോക്കി, നല്ല പൂക്കളൊക്കെ വെച്ച് നല്ല അടിപൊളി. ഇപ്പൊ പൂക്കളുടെ ഒക്കെ സമയം ഇല്ലാത്തോണ്ടാണ് കുറച്ച് പൂക്കളേ ഉള്ളൂ. പക്ഷെ എന്നാലും ബാക്കി ഉള്ള പൂക്കൾ തന്നെ നല്ല അടിപൊളി. ഊട്ടിപ്പൂവൊക്കെ നിൽക്കണ നോക്കി. ഊട്ടിപ്പൂവിന്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒറ്റ കളറാ ഈ മഞ്ഞ മാത്രം. പക്ഷെ അതില് വെള്ളയൊക്കെ ഉണ്ട്, വെള്ളയുണ്ട്, ലൈറ്റ് പിങ്കും വൈറ്റും കൂടി കളറ്, അങ്ങനത്തെ ഒരു കളറൊക്കെ ഉണ്ട്. ഒരുപാട് കളറുണ്ട്. ജീപ്പ് ശരിക്കും ഈ റൂട്ട് കിടക്കുന്നുണ്ട്. സഫാരി ഞങ്ങൾ ഇന്നലെ പോയ വഴിയില്ലേ, ആ വഴി അങ്ങനെ കറങ്ങി ഇതിലെ ഇങ്ങനെ ഇറങ്ങി വരട്ടോ. നമ്മളാ പറഞ്ഞില്ലേ 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. ആ വെള്ളച്ചാട്ടത്തിന്റെ അതിലിങ്ങ് പോരുകയാണെങ്കിൽ ഇവിടെ എത്താം. പക്ഷെ വഴി ഇച്ചിരി മോശമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചായ കുടിക്കാം അല്ലേ? പിന്നെ ക്യാരറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് മാത്രമല്ല, ഒരു കൈ 1 ലോഡ് മൾബറി കിട്ടിയായിരുന്നു. അത് തിന്നു കഴിഞ്ഞിട്ടാണ് ക്യാരറ്റ് തിന്നുന്നത്. അല്ല, അപ്പൊ രാവിലെ കൊച്ചൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞാ ഞങ്ങളത് ചെവിയിലെടുത്ത് വെക്കും. നിങ്ങൾ കഴിക്കുന്നില്ല? രാവിലെ ദോശയുണ്ട്, ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്. എവിടെ പോവാ? ഫോൺ എടുത്തിട്ട് വരാം. ഫോണിന് വേണ്ടിയാണോ? അല്ല, എന്നാലും തിന്നുള്ളൂ. ഒരു ഫോണ് പൊട്ടിച്ചത് മതിയായില്ല. പൂവ് അതെനിക്ക് മനസ്സിലായി. ഒരു പൂവല്ല, ഇത് നിറച്ച് പറിച്ചെടുത്തിട്ടുണ്ടല്ലോ. അവിടെ വെക്കരുത്, അവിടെ നോക്കിയത് ബാക്കി തന്നെ കൊണ്ടുവച്ചോ. കൊച്ചിരിക്കുന്നോർത്ത് വെച്ചോ, കളയല്ലേ. നമുക്ക് വീട്ടിൽ കൊണ്ട് നട്ടു വെക്കാം. അവിടെ ഇരുന്നോട്ടോ. എന്നാ ശരി, ചേട്ടന് ടാറ്റ പറ.
എന്നാ പോട്ടെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇനി നാട്ടിലേക്ക് അല്ലേ? ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കാരണം പെസഹായും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ നമ്മൾ എത്തിയേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് വേഗം പോവാണ് കേട്ടോ. പക്ഷെ ഒന്നും പറയാനില്ല, അടിപൊളി സ്റ്റേയും. എനിക്കതല്ല, ഇവരുടെ ഒരു അതൊരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ സ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റി. ഹട്ടിലൊന്നും ഞങ്ങൾ ഇതുവരെ താമസിച്ചിട്ടില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയണല്ലോ അല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ സമ്മാനിച്ചതാണെന്ന് തന്നെ പറയാം അല്ലേ? അനുഭവങ്ങളാണ് ഓരോ ഈ ഞങ്ങളെ ഇതിൽ വ്യൂസ് ആയിട്ടുള്ള ഓരോ ആൾക്കാർ കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ സപ്പോർട്ടുകളാണ് ഇതെല്ലാം. അതായത് ഈ വഴി ശരിക്കും നല്ല വഴിയായിരുന്നു കേട്ടോ. അതായത് ഈ മേളിന്ന് നമ്മളിപ്പോ പോയ റൂട്ടിന്റെ മേളിലേക്ക് ഗ്രാൻഡിസിന്റെ തോട്ടമുണ്ട് ഇഷ്ടം പോലെ. ഇതല്ലേ? അപ്പൊ നമ്മളിന്നലെ യൂക്കാലി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇതിൽ പെട്ട സാധനമാണ്. അപ്പൊ ഈ ഗ്രാൻഡിസ് മുറിച്ചിട്ട് ഇതിലെ ലോറികൾ കണ്ടമാനം പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത്. ലോറികൾ പോകുന്ന വഴി ഇങ്ങനെ എപ്പോഴും കട്ടർ തന്നെയായിരിക്കും. പിന്നെ വേറെ കാര്യം ലോഡും കൊണ്ടല്ലേ പോകുന്നത്. ഞാൻ വേറെ കാര്യം പറട്ടെ, നമ്മൾ ഇത്രയൊക്കെ കട്ടറിൽ കൂടി ചെന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേ കിട്ടുമ്പോണ്ടല്ലോ, അത് സ്വർഗം മാമ അല്ലേ? അത് പൊളിയാ. ഈ വഴിയും കൂടി ഒന്ന് സൂപ്പർ ആയി കഴിഞ്ഞാൽ അടിപൊളി മസ്റ്റാണ്. മൂന്നാർ വരുന്ന ആൾക്കാർ ഇവിടെ റൂം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ റൂംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അടിപൊളിയാണ്. ഞങ്ങൾ എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം പോവാം. അപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അപ്പൊ ഞാനത് ഒന്നും കൂടി പറയാണ്. അതായത് നമ്മൾ വട്ടവടയിൽ വരുമ്പോൾ മൂന്നാറിൽ നിന്ന് പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇങ്ങോട്ട് പോരുക. കാരണം ഇവിടെ ബ്ലാക്കിനെ കിട്ടുള്ളൂ. ഇവിടെ ഇപ്പോ ഇവര് ചേട്ടന്മാരൊക്കെ മേടിക്കുന്നത് 120 രൂപയ്ക്കാണ്. ബ്ലാക്കിന് കിട്ടില്ല എന്നല്ല, ബ്ലാക്കിന് കിട്ടും, പക്ഷേ റേറ്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പത്തെ റേറ്റ് വെച്ചിട്ടാണെങ്കിൽ 107 രൂപയ്ക്ക് നമുക്ക് അവിടെ നിന്ന് പെട്രോൾ കിട്ടും. അതുമല്ല ഇപ്പൊ ഇവിടെ പുതിയൊരു പമ്പ് വരുന്നുണ്ട്, അതൊക്കെ പണി കഴിയുന്നോളം വരെ മാത്രം. നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, ചെറിയ രീതിക്കുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്കും പറ്റും കേട്ടോ. കാരണം ഈ വണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മേളിൽ കൂടി കയറ്റിക്കൊണ്ട് പോയത്. അപ്പോൾ ആ ചേട്ടന്മാർ ചോദിച്ചത് ഇത് പിന്നെ അത്യാവശ്യം കയറി പൊയ്ക്കോളല്ലോ അല്ലേ എന്ന് വെച്ചിട്ടോ. വഴി കിടക്കുന്നുണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ കട്ടർ തന്നെയാണേ. ഇപ്രാവശ്യേ മൂന്നാറും വട്ടവടയൊക്കെ നമുക്ക് നല്ല അനുഭവങ്ങളല്ലേ, നല്ല കൂട്ടുകാര്, നല്ല അനുഭവങ്ങളൊക്കെ തന്നെയാണുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സങ്കടവും കരച്ചിലും കണ്ണീരുമായിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോയെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ഹാപ്പി ആയിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. നല്ല കട്ടറുണ്ട്, അതുകൊണ്ട് ഫോണും കൈയൊക്കെ ഇതിലൂടെയൊക്കെയോ പോകുന്നുണ്ട്. ഇവിടെയാണല്ലേ നമുക്ക് കേറാനുള്ള ഒരു ടാസ്ക് വരുന്നത്. കുഴിയാട്ടോ. ടൗണിലേക്ക് കയറുമ്പോൾ അങ്ങനെ തന്നെ. പക്ഷെ മഴക്കാലം ആകുമ്പോ ഇവിടെ ഒന്ന് സെറ്റ് ആക്കും. ഇതേപോലെ പിന്നെയാവും. മഴക്കാലം ആവുമ്പത്തേക്കും സെറ്റ് ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും പോവാനുള്ളത് തന്നെയാണ്. പക്ഷെ ഇതൊരു അനുഭവമാണ്. നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് അതാ ഞാൻ പറഞ്ഞേ, ജീപ്പ് കൂടെ ഇതിൽ കൂടെ പോകുന്ന ആ ഒരു വൈബ് വേറെ തന്നെയാണ്. അതത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ജീപ്പ് എന്തായാലും ഓഫ് റോഡ് തന്നെയായിരിക്കും, എല്ലാവർക്കും അറിഞ്ഞു കയറുന്നവർ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലങ്ങളെല്ലാം താണ്ടി ഇവിടെ നല്ല വഴിയിലെത്തിട്ടോ. അതായത് ഞാൻ വേറെ വട്ടവടയിലെത്തിയില്ലേ? വട്ടവട എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ഈ താഴേക്ക് ഇറങ്ങുന്ന ഇറങ്ങിയിട്ടുള്ള സ്ഥലമുണ്ട്, ഈ തൊട്ട് താഴെ, അതാണ് വട്ടവട. നമ്മളിപ്പോ പോയത് കോവിലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷെ മൊത്തത്തിൽ ഇപ്പൊ ആൾക്കാർ വട്ടവട എന്നാണ് പറയുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണല്ലേ, പൊളിച്ചടുക്കി. നമുക്ക് നല്ല കാലാവസ്ഥയാണ് മെയിൻ ആയിട്ട്. നല്ല തണുപ്പായിരുന്നു, നല്ല സുഖട്ടോ. രാത്രിക്കത്തെ തണുപ്പാണ് തണുപ്പ്. ഇനിയിപ്പോ ആ തണുപ്പൊക്കെ അങ്ങോട്ട് മാറും, നമ്മൾ ചൂടത്തേക്ക് ഇറങ്ങാൻ പോവാണല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു കാലാവസ്ഥ, അതായത് വെയിലത്ത് നിന്ന വെയില്, തണലത്ത് നിന്ന തണുപ്പ്, ആ ഒരു സിസ്റ്റം ആണല്ലോ വയനാട്ടിൽ. കാറ്റ് അടിച്ചു കഴിഞ്ഞാല് നല്ല തണുത്ത കാറ്റുമായിരിക്കും. അതെ. അങ്ങനെ നമ്മള് തിരിച്ച് ഫോറസ്റ്റ് എത്തിട്ടോ. ഇതും ആ മരം തന്നെയല്ലേ, ഗ്രാൻഡിസ് അല്ലേ? അത് നമുക്ക് അറിയത്തില്ലേ, നമ്മളെ വിചാരം എന്താ മറ്റേ യൂക്കാലിന്റെ. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇതിന്റെ തടിയെടുത്ത് കത്തിച്ചാൽ നമ്മുടെ യൂക്കാലിന്റെ ആ ഒരു മണം തന്നെ വരിക. അതിന്റെ ഇതിലുള്ള ഒരു ഫാമിലി മെമ്പർ ആണ്. നന്നായിട്ട് അല്ല കത്തുകയും ചെയ്യുമല്ലോ നന്നായിട്ട്. ഈ ഒരു വൈബ് ഉണ്ടല്ലോ, ഈ ഒരു വഴി, അത് സൂപ്പറാണ് കേട്ടോ. ഇവിടെ പക്ഷെ മഴ പെയ്യണായിരുന്നു. മൂന്നാറ് പെയ്ത മഴയൊന്നും ഇങ്ങോട്ട് പെയ്തിട്ടില്ല. അത് ഇവിടെ എന്താ തമിഴ്നാട് പെയ്യുന്ന മഴയാണ് ഇവിടെ കൂടുതലും വട്ടവടയിൽ പെയ്യാന്നല്ലേ ചേട്ടന്മാര് പറഞ്ഞേ. വണ്ടി മരം നിക്കുന്നുണ്ടോ? നമ്മളെ വണ്ടീന്റെ അടുത്ത് കൂടി ആ മരം നിന്ന പോലെ ഉണ്ട്. അത് അങ്ങനെ മുറിച്ച് വെച്ചേക്കുന്ന ബസ്സൊക്കെയാണ് അവിടെ അതിലും മുമ്പ് നിർത്തി കൊടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ നമ്മള്.
കാരണം ഇവിടെ നമ്മൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇത് നിങ്ങൾ കണ്ട് മടുത്തല്ലോ, അതുകൊണ്ട് അല്ലേ? തേയിലത്തോട്ടങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. അത് പിന്നെ കാണിച്ചാലും ഞങ്ങൾക്ക് മടുക്കൂല, കാണുന്ന നിങ്ങൾക്ക് മടുക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുഞ്ഞാറ്റ നല്ല ഉറക്കായി. അപ്പൊ നമ്മളിനി മൂന്നാറ് നിന്നിട്ട് മൂന്നാറിന്ന് അടിമാലി വഴി ഇറങ്ങുന്നേ. അടിമാലി വഴി അല്ലേ? അടിമാലി വഴി നമ്മൾ താഴേക്ക് ഇറങ്ങും കേട്ടോ. ഫുള്ള് ബ്ലോക്ക് ആണ് കേട്ടോ. ഫോട്ടോ പോയിന്റിൽ എത്തിയിട്ടേ ഉള്ളൂ. സൈഡിൽ കൂടി വണ്ടികൾ നിർത്തുന്നതാണ് വിഷയം, മെയിൻ പ്രശ്നം അല്ലേ? അതിന് കുതിര പോണോക്ക് കുതിര എന്താ കാണിക്കുന്നത്? വണ്ടികളിലൊക്കെ നടക്കുന്നേ. ഇതുകൊണ്ട് ആൾക്കാർ നടക്കുന്നതാണെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് ഒന്നും മാറിക്കൊടുക്കും, ഒന്നും ചെയ്യില്ല. ഡിസ്കോ കളിച്ചോണ്ടിരിക്കും. അതിനാണെങ്കിൽ രണ്ട് സൈഡിലും കടകളും കൂടി ആവുമ്പോ ആ കടയിലേക്ക് പോകുന്ന ആൾക്കാര് വേറെ. സത്യം. ഇപ്പൊ വൺ വേ ആണല്ലോ ഇത്, അങ്ങോട്ട് മാത്രമേ വണ്ടികൾ പോകുന്നുള്ളൂ. ഇപ്പൊ ലീവ് ആയില്ലേ, ഇനി അങ്ങോട്ട് നോക്കണ്ട, ഫുള്ള് തന്നെയായിരിക്കും അവസ്ഥ. അങ്ങനെ ഞങ്ങള് മൂന്നാറിലെത്തിട്ടോ. ഇപ്പൊ ഇനി നമ്മള് മൂന്നാറിനോട് വിട പറഞ്ഞ് നമ്മള് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോകണല്ലേ. ഇനി ആ ഒരു സുഖമൊക്കെ അങ്ങോട്ട് തീർന്ന് ഇനി ഫുള്ള് ചൂടായിരിക്കും. എന്താ ടക്ന്നൊരു സൗണ്ട് കേട്ടെ? കല്ലടിച്ചാ ആണോ? പക്ഷേ ഈ ടാറിങ്ങിൽ അവിടെ കല്ല് അതറിയില്ല കേട്ടോ. കല്ല് തന്നെയാണോ? കല്ലായിരിക്കാം. ആയിരിക്കും ആൻസി. നമുക്കിന്ന് മെയിൻ ഒരു പരിപാടി ഉണ്ട്. വണ്ടി 12,000 കിലോമീറ്റർ ആയി, ഇതുവരെ അലൈൻമെന്റ് നോക്കിയിട്ടില്ല. 4,000 കിലോമീറ്ററിൽ നോക്കേണ്ട സംഭവമാണ്. നിർത്തിയേട്ടാ, ചേട്ടന്റെ സൗകര്യ അനുസരണം. ആ ചേട്ടൻ പാവാട്ടോ, ആ ചേട്ടൻ കറക്റ്റ് സൈഡ് ആക്കി നിർത്തി. അതെ, അങ്ങനത്തെ നല്ല ചേട്ടന്മാരും ഉണ്ട്. അപ്പൊ ഈ ഗ്രൗണ്ടിലാണ് നമ്മൾ ഒരു ദിവസം നിന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ വരികയാണെങ്കിൽ ഇതാ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞങ്ങ് പോവുകയാണെങ്കിൽ 169 രൂപയ്ക്ക് കണ്ണൻദേവൻ ക്ലബ്ബ് ഉണ്ട് ഇവിടെ. അവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടും. ഞങ്ങൾ കുറഞ്ഞ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ നിങ്ങളെയും കൂടി ഒന്ന് 169 എന്താണെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ 199 ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങളെ പറഞ്ഞു കേട്ടു കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ളത് എന്താണെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചേ. ഇവിടെയാണ് ഞങ്ങൾ 2 ദിവസം വണ്ടി സൈഡ് ആരുടെ ശല്യോ ഇല്ല, ഒരു വിഷയമില്ല. അപ്പൊ ആരെങ്കിലൊക്കെ വല്ല വാൻ ലൈഫ് ആയിട്ടോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ കിടന്നുറങ്ങാനുള്ള പ്ലാനിങ്ങിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ധൈര്യമായിട്ട് കിടന്നു. ആന വന്നാൽ മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല കേട്ടോ. അത് എപ്പോഴാണ് വരിക, എന്താ ചെയ്യാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഇവിടെ നിന്നാണ് കേട്ടോ കട സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങള് അധികം സാധനം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ? പിക്ക് എനി ഐറ്റംസ് 169 രൂപ. ഞങ്ങളുടെ നാട്ടിൽ 199 ഉണ്ട്. പക്ഷെ ഓരോ സാധനത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചില സാധനത്തിനൊന്നും വില മാറ്റങ്ങൾ വരും. എടി കുഞ്ഞ താഴെ പോടി, കാലും വയ്യ കൂടി. എന്റെ കുഞ്ഞ, ഇത് കണ്ടോ? ഇതിനെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് പലരും പറയുന്നത്. ഞങ്ങൾ എന്തോരം ശ്രദ്ധിച്ചിട്ട് നിക്കുന്നില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയത്തില്ല. ഇതാണ് കണ്ണൻദേവൻ ഹിൽ ക്ലബ്ബ്. ടൗൺ എത്തുന്നതിന് മുമ്പാണ് കാര്യങ്ങളൊക്കെ വരുന്നത്, സംഭവങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. ഇതുണ്ടോ, ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ബാസ്ക്കറ്റും സാധനങ്ങളൊക്കെ, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ വലിയ ബക്കറ്റിനൊക്കെ 169 രൂപ. അരി ബക്കറ്റൊക്കെ അല്ലേ? നല്ല സാധനം തന്നെയാ. നല്ല സാധനമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കാവേ. ഇത് കണ്ടോ, എന്തുമാത്രം സാധനം നോക്കി. മറ്റേ കുഞ്ഞ് ഇഡ്ഡലി, പിള്ളേരെ പറ്റിക്കുന്നിട്ടില്ല. അതേപോലെ നമ്മുടെ ആൻസിയിലെ കർട്ടൻ ഉണ്ട് കേട്ടോ. കർട്ടൻ പക്ഷെ ഒരു സെറ്റ് ഒന്നും പോരല്ലോ, ഒരു സെറ്റ് പോരാ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതെ, ഇതന്ന് നമ്മൾ കണ്ടിട്ടില്ല. അന്ന് ഞങ്ങൾ കേറിയിരുന്നു, പക്ഷെ കണ്ടിട്ടില്ല. ഇവിടെ ഫുള്ള് കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നോൺ സ്റ്റിക്കിന്റെ തവ വരെ ഉണ്ട്. ഇതൊക്കെ നോൺ സ്റ്റിക്ക് തവ. വാ ഇങ്ങോട്ട് വാ. ബാമനോ പാത്രങ്ങൾ നോക്കി. ഈ പാത്രങ്ങൾക്കൊക്കെ 169 രൂപയുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത് തൂക്കുപാത്രമാണ്. ഈ തൂക്കുപാത്രത്തിന് ആ വില. ഇത് അലുമിനിയം. ഈ പാത്രം 169. നമ്മുടെ അവിടെ കിലോ നോക്കിയിട്ടാണ് അതിനൊക്കെ വില. എന്താ എടുക്കുന്ന ആൻസി? എത്ര? 5 എണ്ണം അല്ലേ? 5 എണ്ണം 169 രൂപ. ഇത് എടുക്കാല്ലേ ഒന്ന്? ഫുള്ള് നോക്കിയേ, സാധനങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചിരിക്കുക. ആവശ്യമുള്ള എടുക്കുക, പോവുക. അതെ, പൈസ അടയ്ക്കണേ. അത് നിർബന്ധമുള്ള കാര്യമാണ്. നിർബന്ധമുള്ള കാര്യമാണ്.
അത് കുടമല്ല കുഞ്ഞ, ചെറിയ പാത്രം. അതവിടെ വെച്ചോ. എടി ഇത് നൂൽപുട്ടാക്കുന്നത് നമുക്ക് വേണ്ടല്ലോ. പാത്രം വെക്കുന്ന സ്റ്റാൻഡ് വേണോ എടി ഈ കിടക്കുന്നത്? പുതിയ ലോഡും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ വിചാരിച്ചു ആ ചേച്ചി ഏതൊരു ചേച്ചി വീടുന്നു. നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ വാങ്ങിട്ടോ. ഇവിടെ ഒരാൾ കച്ചറയാണേ. അത് എന്താണെന്നറിയോ, ചില സാധനങ്ങളിൽ ഡാമേജ് അതെന്താ വേറെ ഒന്നും കൊണ്ടും ഡാമേജ് ആവുന്നല്ല, ആൾക്കാർ തന്നെ എടുത്ത് ഇങ്ങനെ വലിച്ചു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഡാമേജ് ആവുന്നതാണ്. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, അപ്പൊ കുഞ്ഞാറ്റിക്ക് ഒരു ഡോക്ടർ കിറ്റ് കണ്ടു. കുഞ്ഞാറ്റിക്ക് അതപ്പോ കിട്ടിയുള്ളൂ. പക്ഷെ അത് ഒരു കൂട്ടർ എടുത്തിട്ട് ഡാമേജ് ആയതുകൊണ്ട് അവരവിടെ മാറ്റി വെച്ചിട്ട് പോയത്. അതിന് ഇവിടെ കിടന്നും കാര്യം. അപ്പൊ കുഞ്ഞാ അത് ഡാമേജ് എത്ര പറഞ്ഞ കേൾക്കണില്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മള് സാധനങ്ങളെല്ലാം നല്ല, ഈ ബക്കറ്റിനൊക്കെ 169 രൂപ. ഓവർ ക്വാളിറ്റി ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് യൂസിന് കൊള്ളും എന്നുള്ള സാധനങ്ങളാണ്. നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം നോക്കി എടുക്കുക, അത്രേ ഉള്ളൂ. വേറെ പിന്നെ ഇപ്പൊ പുതിയ ലോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ വന്നപ്പോൾ പുതിയ ലോഡ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പഴയ ലോഡിലെ പഴയ സാധനങ്ങളൊക്കെ അവർ മാറ്റിയിട്ട് പുതിയ ലോഡ് അവര് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മൂന്നാറിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഹെൽപ്പാണ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോവാം അല്ലേ? അതെ. അപ്പൊ നമ്മൾ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ വണ്ടിയിലെത്തിട്ടോ. വയനാട് വണ്ടിയാണല്ലോ. വണ്ടീന് കളർ അടിപൊളി. അതെന്താണെന്നറിയോ, വയനാട്ടിൽ നിന്ന് കൈമറിഞ്ഞ് ഇവിടെ മൂന്നാർ എത്തിയതാ. അങ്ങനെ കുറെ നമ്പർ പ്ലേറ്റ് കണ്ട് ഇന്ന സ്ഥലത്തെത്തിയാന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടോ സാധനങ്ങൾ വാങ്ങിയ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടോ? എന്തോ വൈകുന്നേരം ആകുമ്പോ ഫുള്ള് തിരക്കാട്ടോ ഇവിടെ. ടൂർ വരുന്നവരെ ഇങ്ങോട്ട് അങ്ങ് കൊണ്ടുവരും പിള്ളേരെ. ഇപ്പൊ അവര് വീട്ടിലേക്കുള്ള എന്തെങ്കിലും 169 രൂപയല്ലേ ഉള്ളൂ. എന്തൊക്കെ സാധനങ്ങൾ വേണമെങ്കിലും മേടിക്കാല്ലോ. ഇതുണ്ടോ ഈ ചേച്ചിയൊക്കെ മേടിച്ചിട്ട് പോകണോ? ഒരു കവർ സാധനമാണ്. ഇതുപോലെ ഓരോ കവർ സാധനങ്ങളും കൊണ്ടാണ് ഫുള്ള് ആൾക്കാർ പണിത്. ഈ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇനി പെട്ടെന്ന് ഇറങ്ങണം. നമ്മൾ ഓൾറെഡി നല്ല ലേറ്റ് ആയി, സമയം 1 മണിയായി. അതെ, നമ്മൾ പെട്ടെന്ന് പോവാം എന്ന് പ്രതീക്ഷിച്ച് ഇറങ്ങിയിട്ട് 1 മണിയായി. മൂന്നാറായതേ ഉള്ളൂ. അതെ, പെട്ടെന്ന് ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാൻഡ് വിടാട്ടോ. ഇവിടെയും ഈ മരത്തിന്റെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് സൈഡിൽ തന്നെ വീണ് നടക്കുന്ന നല്ല ഭംഗിയില്ലേ ഫുള്ള്. അപ്പൊ നമ്മള് താഴേക്ക് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ബൈപ്പാസ് റോഡ് കയറി, മൂന്നാർ ബൈപ്പാസ് കയറി കേട്ടോ. അപ്പൊ മൂന്നാറിന് മുമ്പ് ഒരു സങ്കടല്ലേ, കുറച്ച് ദിവസം കൂടി നിക്കായിരുന്നു. പക്ഷേ അതെ, നമ്മളെ സാഹചര്യം അതായതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്നത് ഇതാന്ന് എല്ലാരും വിചാരിക്കും. നമുക്ക് എന്തായാലും ഫാമിലി ആയിട്ട് കുറെ പ്രശ്നങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, നമുക്ക് അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. അതെ, അതാദ്യം ചിന്തിക്കണം. അതുകൊണ്ട് ഞങ്ങള് പോവാണ്. എന്തായാലും കുറച്ച് ദിവസം നിന്നതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കുറേ ദിവസം നിന്നല്ലോ നമ്മള്. അതെ, എങ്ങനെയാ കാണുന്നുണ്ടോ? വാഗ കാണുന്നുണ്ട്, കുറച്ചൊക്കെ കാണുന്നുണ്ട്, കുറച്ചൊന്നും കാണുന്നില്ല. വലിയൊരു മരം വരുന്നുണ്ട്, അത് കാണുമെന്ന് നോക്കിയേ. അത്യാവശ്യം നല്ലൊരു വലിയ മരം വരുന്നുണ്ട് കേട്ടോ. ഇതിൽ അവിടെ ആവുമ്പോ പിന്നെ 4 മൂലയ്ക്ക് നോക്കിയാലും സെയിം പൂവായതുകൊണ്ട് പ്രത്യേക ഫീലാണ്. അത്യാവശ്യം വലിയ മരത്തിലൊക്കെ ആകുമ്പോഴാണ് എന്താ പ്രശ്നം അറിയോ, പൂ കാണാനൊരു ഇത് കുറയും. ഇല കൂടുതലും പൂ കുറവാണ്. അതൊക്കെ കൊഴിഞ്ഞു പോയതാ അല്ലേ? കൊഴിഞ്ഞു പോയി പുതിയ തളുപ്പ് വരുന്നതിന്റെ ഇതൊക്കെ നിറച്ചുണ്ട് കേട്ടോ. നിറച്ച് പൂവാണ്. കാണുമ്പോ ഒരു രസം. കാണാത്തവർക്ക് വന്ന് കാണുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും ഇരുന്നാ മതിയായിരുന്നു അല്ലേ? കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ അതൊക്കെ. അങ്ങനെ നമ്മള് അടിമാലി എത്തിട്ടോ. ഇത്രയും നേരം നല്ല സുഖമായിട്ടുള്ള വഴിയില്ലേ, പെട്ടെന്ന് നമ്മളിവിടെ എത്തി. അങ്ങോട്ട് പോകുന്ന സ്പീഡിലല്ല വന്നത്, വേറൊരു വഴി. നമ്മള് പോയ വഴി വേറെ ആയിരുന്നല്ലേ? പോയ വഴി നമ്മൾ അടിമാലി കേറിയിട്ടില്ല. ഇല്ല, ഇതിപ്പോ അടിമാലി വഴിയാണ് കേട്ടോ. അയ്യോ, ബ്ലോക്കായി. ജീപ്പിൽ ഇച്ചിരി ലോഡുള്ളല്ലോ. അതാണ് മോളെ ജീപ്പിന്റെ ഗുണം. ഫുള്ള് വിറകല്ലേ? ഫുള്ള് തടി വിറകാണ്, റബ്ബറാണ്, റബ്ബറും പീസ്. വീട്ടിലേക്ക് അല്ല ഇപ്പൊ ഗ്യാസ് ഇട്ടില്ലല്ലോ. പക്ഷെ ഇതിന് ബ്രേക്ക് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അതൊക്കെ എന്തിനീ ബ്രേക്ക് ലൈറ്റ് ഒക്കെ? അതൊക്കെ ഫുള്ള് അടിച്ചു പൊട്ടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. നോക്കണ്ട, സാധനം തന്നെ അവിടെ ഇല്ല. ഇപ്പൊ ഇങ്ങനത്തെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണെന്ന് അറിയില്ലല്ലോ. എന്നാലും ബ്രേക്ക് ലൈറ്റ് ഒക്കെ വേണം. ബ്രേക്ക് ലൈറ്റ് ഉള്ളത് അവർക്കല്ല, പുറകെ വരുന്നവർക്ക് നല്ലതാണ്. ഇൻഡിക്കേറ്റർ കിട്ടുമ്പോഴൊക്കെ എവിടേക്കാന്നൊക്കെ അറിയണല്ലോ അല്ലേ? അപ്പൊ നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് വല്ലറ വാട്ടർഫോൾസ് കണ്ടു കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടോ അല്ലേ? അത്യാവശ്യം എന്ന് പറയാനില്ല. ശരിക്കും അല്ല, അങ്ങനെയല്ല. സാധാരണ വാട്ടർഫോൾസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വെള്ളമെങ്കിലും ഇല്ലേ? സാധാരണ ഇത്ര പോലും ഉണ്ടാവാറില്ല കേട്ടോ. നമ്മളിത്ര നമ്മുടെ വീക്ഷണകോണത്തിൽ നിന്ന് പറയാണ്. അതെ, വെള്ളം ഇത്ര പോലും ഉണ്ടാവാറില്ല. കുഞ്ഞാറ് നല്ല ഉറക്കം. കുഞ്ഞാറ്റിനെ കാണിക്കാന്ന് വിചാരിച്ചാല് നടക്കൂല, നല്ല ഉറക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് നിർത്തിയതാണേ.
എന്നാ പോയാലോ? വാട്ടർഫോൾസിനടുത്ത് നമ്മൾ പോവാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ട്രിപ്പിലെ ഓർക്കുന്നുണ്ടോ? നമ്മൾ പോയ സമയത്ത് എനിക്ക് ഓർമ്മ കോട അങ്ങ് മൂടിയിട്ടുണ്ടല്ലോ, കാണാൻ പോലും പറ്റില്ല. അമ്മാതിരി എന്താ പറയാ വ്യൂ ആയിരുന്നു. ഇപ്പൊ അത്രയും വ്യൂ ഇല്ല, കാരണം വെള്ളം കുറവല്ലേ. വഴിയൊക്കെ പുതിയ ടാറിങ് ആണല്ലോ. അതെ, അതൊരു നല്ല കാര്യമാണ്. എല്ലായിടത്തും നല്ല നല്ല വഴികളൊക്കെ വരട്ടെ. അതെ അതെ. ഇപ്പൊ ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിലും എന്ത് ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും അതൊരു ഉപകാരം തന്നെയാണ്. അപ്പൊ നമ്മളങ്ങനെ നേരിമംഗലം ബ്രിഡ്ജ് അല്ലേ, പുതിയതൊരെണ്ണം പണി, അത് ഇവിടെ ഉള്ളതിന്റെ ഡബിൾ ആണ് അപ്പുറത്ത് വരുന്നത്, വലിയ പാലം. അത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായിരിക്കും. ഇത് വൺ സൈഡ് മാത്രമേ പോകുന്നുള്ളല്ലോ. അത് പണി നടക്കുന്നുണ്ട്. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് വൺ സൈഡ് മാത്രമേ വരുന്നുള്ളൂ. അവിടുത്തെ വണ്ടികൾ വന്നു കഴിഞ്ഞിട്ട് വേണം ഈ വണ്ടികൾ അങ്ങോട്ട് പോകാൻ. അപ്പൊ അത് ഡബിൾ സൈഡാ വരുന്നത്, അത്യാവശ്യം എളുപ്പമുണ്ട്. നമുക്ക് അങ്ങോട്ട് കേറിയിട്ട് കാണാം അല്ലേ. നമ്മുടെ സൈഡ് പോകാൻ ടൈം എടുക്കും. എന്തൊക്കെ അക്ഷരത്തില് ബോർഡ് കണ്ടില്ലേ, ഇത് സിംഗിൾ ലൈൻ ഫോർ ഹെവി വെഹിക്കിൾസ് എന്നല്ലേ. നമ്മൾ ഹെവി അല്ലല്ലോ, ലൈറ്റ് അല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾക്കൊക്കെ വരാൻ പറ്റണ്ടേ. ഗ്യാപ്പ് അവിടെ എന്തോ ബ്ലോക്ക് ചെയ്ത് എന്തോ വെച്ചിട്ടുണ്ട്. ചേട്ടൻ മറന്നു പോയായിരുന്നേ, ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അവർ അവിടുന്ന് ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. ഉണ്ടോ വല്ല കംപ്ലൈന്റ് കാണും. ഇതൊക്കെ നല്ല വർഷം പഴക്കമുള്ള പാലമാണ്. ഇടിഞ്ഞിട്ട് വേണോ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നാവോ, അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ. പെരിയാറാണ്, പെരിയാർ റിവർ. പെരിയാർ റിവറാണ്. കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. കാരണം ഈ സംഭവം ഉണ്ടല്ലോ ഈ സൈഡിത്തെ, അത് മാത്രമേ കാണുള്ളൂ, വെള്ളം കാണൂല. പിന്നെ കാണിക്കാന്നില്ല. അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇനി അവിടുത്തെ വണ്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇവിടുത്തെ അങ്ങോട്ട് വിടാൻ. യെസ്, ഹെവി ആയിട്ടൊന്നും പോകില്ല. എനിക്ക് പഴയ പാലൊക്കെ അല്ലേ, വലിയ പാലം തന്നെ അപ്പുറത്ത് വരുന്നുണ്ട്. അത് നന്നായി, വലിയ നല്ല വഴിയാട്ടോ വരുന്നേ. വഴിയും പുതിയതായിട്ട് വരുന്നുണ്ട് അല്ലേ. പുതിയ റൂട്ടാന്ന് തോന്നുന്നുണ്ടല്ലോ. പുതിയ വഴിയാ, അടിപൊളി വഴി. അതിന് കൂടെ ഇങ്ങനെ കാടും കൂടി ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു മഴ പെയ്ത് കിടക്കുന്ന ഫീലും ഉണ്ടല്ലേ. നല്ല പുതിയ വഴിയായതുകൊണ്ടാ. സൂപ്പർ വഴി. ചേട്ടൻ ഓവർടേക്ക് ചെയ്ത് പോയി എന്റെ ഓണടിയല്ലേ. നല്ല വഴി കണ്ടപ്പോഴേ. അതെ, 1000 സ്പീഡ് കൂട്ടി പോവും. നല്ല വഴിയായതുകൊണ്ട്. ഓവർ സ്പീഡൊന്നും വേണ്ട, മെല്ലെ പോയത് ചേട്ടാ. നമ്മള് മെല്ലെ പോകും, മെല്ലെ പോയാ ധൃതിയൊന്നും ഇല്ലല്ലോ. അതെ, എന്തായാലും രാത്രി 10 ആവും വീട്ടിലെത്തുമ്പോ. സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളാരും ബുദ്ധിമുട്ടിക്കണമെന്നൊന്നുമില്ല, വണ്ടി തന്നെ കിടന്നാൽ മതി. രാവിലെ എഴുന്നേക്കുമ്പോ വീട്ടിൽ മുറ്റത്ത് ഉണ്ടായാൽ മതിയല്ലോ നമ്മള്. അത്രേ ഉള്ളൂ. ഇപ്പൊ അകത്ത് പോയി കിടന്നാലും പുറത്ത് കിടന്നാലും കിടത്തം തന്നെ നമുക്കത് ശീലാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. ഇതുണ്ടോ മലയാറ്റൂർ പോകുന്ന ആൾക്കാരുണ്ടോ, മലയാറ്റൂർ പോകുന്നവരുണ്ടോ, വലിയ കുരിശൊക്കെ ആയിട്ട് പോവുക. നമുക്കൊന്ന് പോകണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തോണ്ട്. അതെ, അതിന് നോമ്പും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വേണം അതിന് പോവാൻ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ വരെ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ച ആൾക്കാരാ. അപ്പൊ പിന്നെ നമ്മൾ അതിനെ പറ്റി ഓർത്ത് പോവാൻ പാടില്ല. ശരിക്കും അതൊരു തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. ശരിക്കും ഇതിലേക്ക് വന്നപ്പോ നമുക്ക് പോകാമായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ പോവാല്ലേ. ഇനി രാത്രി, ഇനിയിപ്പോ രാത്രിയാവും വീട്ടിലെത്തുമ്പോ. രാത്രിയൊക്കെ കഴിഞ്ഞ് രാവിലെ ആവുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു രാവിലെ ആവുമ്പോഴേ നമ്മള് വീട്ടിലെത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. നമ്മളെന്നെ ഇറങ്ങിയപ്പോ തൊട്ട് അവിടെ ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്ക് ആണല്ലോ. ഇതിപ്പോ റോഡ് പണീന്റെ ബ്ലോക്കാ, ഫുള്ള് ബ്ലോക്ക് ആണ്. നല്ല ഞാൻ കാണിക്കട്ടെ, ഇപ്പൊ നമ്മൾ 5:30 കണ്ടായി. ഇതുവരെ നമ്മള് തൃശ്ശൂർ പോലും എത്തിയിട്ടില്ല. പിന്നെ ഇനി വീട്ടിൽ എത്ര മണിയാകുമ്പോ എത്തും? ഇനി നമ്മള് നാളെ രാവിലെ എത്തുന്നതായിരിക്കും അല്ലേ. നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് നാളെ പോയാൽ മതിയോ? കിടന്നുറങ്ങേണ്ടി വരുവാന്ന് എന്റെ ഇപ്പത്തെ പേടി. നല്ല രാത്രി ആയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരില്ലേ? അല്ല, ഇത്രയും രാത്രി ആയി കഴിഞ്ഞാ കുഴപ്പമില്ല, നോക്കാല്ലേ. നല്ല തിരക്കാട്ടോ ഇവിടെയൊക്കെ. ഇനി ഇവിടുത്തെ തൊട്ടപ്പുറത്ത് കഴിയുമ്പോ അവിടെ ടോളില്ലേ? ടോളുണ്ടാവും. എന്ത് അന്തസ്സാണ് ഉള്ളത് അല്ലേ. ആ ടോള് വാങ്ങാൻ പാടുള്ളതാണോ? റോഡൊക്കെ അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ ടോളൊക്കെ വാങ്ങാം, രസമുണ്ട് കാണാന്. ഈ റോഡിന് ഇപ്പൊ അടിപൊളിയാവൂലേ? ഇതിനി മറ്റേ പോലെ ആവും. ഒരു വർഷമെങ്കിലും കഴിയണ്ടേ? അതൊക്കെ വേണ്ടി വരും. ഒന്നില് തീരുവൊന്നും പറയാൻ പറ്റില്ല. ഒന്നും ആയിട്ടില്ലല്ലോ പണി ഇതുവരെ. അങ്ങനെ ഞങ്ങള് പാലിയേക്കര എത്തിട്ടോ. പാലിയേക്കരയിൽ വന്നപ്പോഴും അടുത്ത ബ്ലോക്കാണ്. എന്തായാലും രാത്രിപ്പാലും നമ്മൾ വീട്ടിലെത്തിക്കില്ല, എന്തോ ഒരു നിമിത്തുണ്ടെന്ന് തോന്നുന്നല്ലേ. നല്ല തിരക്കാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഒരേപോലെ തിരക്കാണ്. എനിക്ക് നമ്മുടെ ചുരം മാത്രമേ പേടിയുള്ളൂ. പൂട്ടൂല എന്തായാലും. പൂട്ടൂന്നല്ല, ബ്ലോക്കാരും വന്നാലേ രാത്രിക്കില്ലേ. രാത്രിയാകുമ്പോ പറയാൻ പറ്റില്ല. പക്ഷെ രാത്രി മൊത്തത്തില് വണ്ടി കുറയും. കുറവായിരിക്കുമല്ലോ കാറുകളൊക്കെ എന്തായാലും.
ആ ഒരു ഉപകാരം ഉണ്ട് എന്തായാലും. നോക്കാം, പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു മഴ പെയ്തു കേട്ടോ. എന്റെ പൊന്നു ഇവിടെയൊക്കെ ചൂട് പറഞ്ഞാൽ അങ്ങനത്തെ ചൂടായിരുന്നു കേട്ടോ. അതെന്തായാലും നന്നായിട്ട് ഒരു മഴ പെയ്തത്. അതെ അതെ, ഗ്ലാസ് പോലും തുറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മഴയാണ്. അല്ല മഴയല്ല, ചൂട്. ഇപ്പൊ ചെറിയ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല മഴയാണ് പെയ്യുന്നല്ലേ. നന്നായിട്ട് മഴ പെയ്യട്ടെ. അപ്പൊ നമ്മൾ എവിടെ എത്താനായി? എവിടെ എത്തിയിട്ടില്ല അല്ലേ? എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങള് മെല്ലെ മെല്ലെയാണ് പോകുന്നത്. പിന്നെ വലിയ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാവണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങള് മെല്ലെയാണ് പോകുന്നത്. എന്തായാലും രാത്രിയാവും. പിന്നെ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് മുറ്റത്ത് തന്നെ കിടക്കാം, അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. കൊച്ചു പറഞ്ഞ ഐഡിയ തന്നെ നടക്കുള്ളൂ എന്നാ തോന്നുന്നേ. നോക്കിയ കഴുതച്ചൊക്കെയാണല്ലോ ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നേ, പൈനാപ്പിള്. അങ്ങനെ നമ്മൾ ഓടി ഓടി NH 66 കയറിട്ടോ. ഇതിൽ കയറിയപ്പോ ഒരു സമാധാനം ഉണ്ട് അല്ലേ, ഓടിക്കാനായിട്ട്. അതെ, അത് മാത്രല്ല ഓടുമ്പോ ഒരു സമാധാനം ഉണ്ട്, തിരക്കില്ല. അതെ, വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനപരമായിട്ട് ഓടിക്കാം. ഇങ്ങനത്തെ കുറച്ച് വഴികൾ അവിടെ ഇവിടെയൊക്കെ വരാനുണ്ടല്ലേ, അതും കൂടി വന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയാ. അതെ, സൂപ്പറാണ്. ഞാറ്റേ ഈ മുന്നിലെന്താ പടയപ്പയാണോ? അല്ലല്ലേ, അയ്യോടാ വണ്ടിയിൽ കൊണ്ടുപോയി നിന്നാടുന്നു കേട്ടോ. പുള്ളി ഇങ്ങനെ ഭയങ്കര എല്ലാം ആസ്വദിച്ചേ, നല്ല വഴി നല്ല വഴി ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ആടി ആടി. പക്ഷെ ആടുന്നുണ്ടല്ലോ, അപ്പൊ കാല് എടുത്തെടുത്ത് വെക്കുവോ? അങ്ങനെ നിന്നാടുള്ളൂ അല്ലേ? അല്ല വണ്ടിയിൽ നിന്ന് കാലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പൊളിഞ്ഞ് താഴെ പോകൂലേ? അല്ല അങ്ങനത്തെ വണ്ടിയിലല്ലേ കൊണ്ടുപോകുള്ളൂ അല്ലേ? ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഉറക്കം വരുന്നതല്ല, വായിക്കോട്ടെ. പിന്നെ സാധാരണ ഉറക്കം വരുമ്പോഴല്ലേ വായിക്കോട്ടെ. ഉറക്കം വരുന്നില്ല, ഉറങ്ങാനുള്ള ഉറക്കമൊന്നും വരുന്നില്ല. ഇല്ല, കോഴിക്കോട് 48 കിലോമീറ്റർ, മൊത്തം 120 കിലോമീറ്റർ ഉണ്ട്. 120 കിലോമീറ്റർ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ വയനാടൻ ചുരം കയറാൻ പോവാണ് കേട്ടോ. നമ്മുടെ പപ്പു പറയുന്ന താമരശ്ശേരി ചുരം. അങ്ങനെ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. കാരണം സാധാരണ നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ബ്ലോക്കൊന്നും കാണുന്നില്ല. നോക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. മേളിലേക്ക് ചെല്ലുന്തോറും ആ ഒരു ഇത് മാറി വരും. പണ്ടൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ, ഒറ്റ വണ്ടികൾ കുറവായിരുന്നു. ഇപ്പം അത് വണ്ടികൾ ഭയങ്കരമായിട്ട് കൂടി. എന്തായാലും നമ്മുടെ ഒരു മോചനം ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് തുരങ്കപാത. അതും പണിവാളി ലക്ഷണമാണ്, അതിലും പണിവാളി ലക്ഷണമാണ്. എന്തായാലും പെട്ടെന്ന് അതിൻ്റെയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ, അധികം വണ്ടികളില്ല അല്ലേ? സാധാരണ ഈ ലീവൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ മുട്ടൻ വണ്ടികളായിരിക്കും. ഇന്നെന്തോ വണ്ടികൾ കുറവുണ്ടെന്ന് തോന്നുന്നു. വേഗം ഒന്ന് ചുരം കൂടി കയറി കഴിഞ്ഞാൽ വീട്ടിലെത്തിയ ചൂടിന്നൊരു ആശ്വാസം കിട്ടിയാലേ. എന്തായാലും 1 മണി കഴിയാണ്ട് എത്തൂലല്ലോ. 1 മണി കഴിയാണ്ട് എന്തായാലും എത്തുക. 1 മണിക്ക് ഈ ഒരു തിരക്ക് എന്ന് പറയുമ്പോ അല്ലേ, ശരിക്കും നമുക്ക് തുരങ്കപാതേന്റെ ആവശ്യമുണ്ട്. 12 മണി കഴിഞ്ഞിട്ടും ഈ തിരക്കുണ്ട് ചുരത്തിലുണ്ട്. അതായത് 24 hours നമ്മുടെ ചുരത്തിൽ എപ്പോഴും വണ്ടി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വയനാടൻ ചുരത്തിൽ കൂടി വണ്ടി ഓടിക്കുന്നത് വല്ലാത്തൊരു ഫീൽ തന്നെയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചുരത്തിൽ വണ്ടി ഓടിക്കാൻ. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഇപ്പം ഇങ്ങനെ ഓടിച്ചത് ഭയങ്കര ഒരു ഹരമായി. വണ്ടികളിങ്ങനെ ഇടയ്ക്കും തലക്കൊക്കെ ആയിട്ട് വരുന്നുള്ളൂ അല്ലേ. അത് ചിലവർക്ക് വളവെത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ഇത് കൂടും. അങ്ങനെ ഒരു ഇതിൽ കയറി പോകുന്ന ചേട്ടനാണ്. പക്ഷെ അങ്ങനെ കയറി പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കണ്ടില്ലേ, ഫുള്ള് വണ്ടി, ബ്ലോക്ക്. നോക്ക് എന്തോരം വണ്ടിയാണ്. ഈ രാത്രി 12 മണിക്ക് ശേഷം എന്തോരം വണ്ടിയാണ് കിടക്കുന്നത് അല്ലേ. വണ്ടി ലോറികൾ കണ്ട് അതെന്താണ് എനിക്ക് തോന്നുന്നു, ആ മേളിത്തെ വളവില് തിരിഞ്ഞു കിട്ടൂലല്ലോ ചില വണ്ടികൾ. ചിലർ നിർത്തി കൊടുക്കൂല. അങ്ങനത്തെ ഒരു ബ്ലോക്കാന്ന് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പിന്നെയും കയറി പോകുള്ളൂ. ഇയാളെ കുഞ്ഞു വണ്ടി വെച്ചാൽ എന്തേ കാണിക്കുന്നത്? കുഞ്ഞു വണ്ടീന്റെ അല്ല, ഈ അവിടുന്ന് ബ്ലോക്ക് പൊട്ടി വരുമ്പോ തന്നെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്കാർക്ക് മുന്നോട്ട് പോകണ്ടേ. നമ്മളിപ്പോ കയറിയെന്നെങ്കിലും വണ്ടിന്ന് ബസ് വരുന്നുണ്ടോ? ഇതാണ് അപ്പൊ മേളത്തെ ബ്ലോക്കിന്റെ കാര്യം. ബസ് ഒന്ന് തിരിഞ്ഞു വരാൻ പെട്ട പാടായിരിക്കും. അല്ല അങ്ങനത്തെ 2 എണ്ണം കൊണ്ട് വരുന്നുണ്ട്. അല്ല നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടിയില്ലേ, അതും അത്യാവശ്യം നല്ല രീതിയിൽ മുഴുപ്പുള്ള വണ്ടിയാണ്. എനിക്ക് നല്ല കോട ഇറങ്ങിയല്ലോ, അത് പൊളിച്ചല്ലേ. സൂപ്പറായി. ഇറങ്ങി കാണാൻ പറ്റുമോ? ഇറങ്ങണ്ട, രാത്രിയല്ലേ. ശരിക്കും വ്യൂ പോയിന്റിലൊന്നും അങ്ങനെ ഇറങ്ങരുതെന്നുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇറങ്ങുന്ന സ്ഥലമാണ്.
നമുക്ക് എന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങണില്ല. കണ്ട ലോറി വരുമ്പോൾ നമ്മൾ ഇതിലേ ഇങ്ങനെ ഇറങ്ങണം. അപ്പോൾ മേളിൽ നിന്നുള്ള വണ്ടികൾ ചിലർ നിർത്തി കൊടുക്കും, ചിലർ നിർത്തി കൊടുക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ബ്ലോക്കും അതും ഇതൊക്കെ വരുന്നത്. എന്താ ചെയ്യാല്ലേ? ഇത് കോടയാണോ അതല്ല പുകയാണോ? പുകയല്ല, പുകയല്ല, കോട തന്നെയാ. ഇടയ്ക്ക് കാണുന്നുണ്ട്, ഇടയ്ക്ക് കാണുന്നില്ല. അതുണ്ടോ? കണ്ടോ കണ്ടോ? ഇത് കോടയടി. മേളിലേക്ക് ചിലപ്പോ നോക്കും, നല്ല രീതിയിൽ കോട കണ്ടാ. അടിപൊളി അടിപൊളി അടിപൊളി. അതിങ്ങനെ തെറിച്ച് വരുന്ന പോലെ ഉണ്ടല്ലേ. മേളിൽ നിന്ന് അല്ല, താഴെ നിന്ന് ഇങ്ങനെ കേറി വരുന്ന പോലെ മേളിലെത്തി നമ്മള്. ഇപ്പൊ നല്ല രീതിയിൽ കോടയായല്ലോ. അടിപൊളി അടിപൊളി. പക്ഷെ അടിച്ചു മിനിച്ച് വരുന്നത്. പക്ഷെ നമ്മൾ കുറച്ചങ്ങ് ഓടി കഴിയുമ്പോ ഇത് കോട ഉണ്ടാവില്ല, തീരും. അല്ല ഇപ്പോഴും എവിടേക്ക് ആൾക്കാർ നിൽക്കുന്നുണ്ടോ? സമയം 1 മണിയാവാനായി, 10-12 എന്നിട്ടും 10-12 1 മണിയാവാൻ പോകുക, 12:45. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ആരെങ്കിലും വിളിച്ച് ഏൽപ്പിക്കണോ ആൻസി? നമ്മളെ ഒച്ച കേൾക്കുമ്പോൾ മിക്കവാറും ആരെങ്കിലും എണീറ്റ് വരും, വിളിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ വിളിച്ചെണീപ്പിക്കണോ അത് ഇവിടെ കിടന്നുറങ്ങണോ നമുക്കിപ്പോ ഇവിടെ കയറി കഴിഞ്ഞിട്ട് തീരുമാനിക്കാവുന്നതാണ്. എല്ലാരും നല്ല ഉറക്കമാണ്. നേരെ പോർച്ചുഗൽ. അതെ, ഇവിടെ കിടന്നുറങ്ങിയാ കുഞ്ഞാൻ്റെ പറഞ്ഞ പോർച്ചി കിടന്നുറങ്ങാൻ വേണമെങ്കിൽ നോക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി, കുളിയെല്ലാം കഴിഞ്ഞു. സമയം 1:30 കേട്ടോ. സാരടിച്ച് സമയമായിട്ടുള്ളൂ. കണ്ണിലിങ്ങനെ ഉറക്കാണോ അതിന്റെ മേളിലേക്ക് എന്തെങ്കിലും ആണോ വന്ന് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ മൂന്നാർ യാത്ര അങ്ങനെ ഇവിടെ വെച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും പുതിയ യാത്രയും പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ കുഞ്ഞാറ്റ ഇന്ന് ഞങ്ങളുടെ കൂടെ അല്ല കിടക്കുന്നത് കേട്ടോ. അതെ.